ഭരണ നേതൃത്വത്തിന്റെ പേര് പറഞ്ഞ് ബാർ ഉടമകളിൽ നിന്ന് അവരുടെ സംഘടന നടത്തിയ പിരിവിനെക്കുറിച്ച് മുഖ്യമന്ത്രിക്കും സർക്കാരിനും നേരത്തെ അറിയാമായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന പരാതിയാണ് പുറത്തുവരുന്നത്. ഇതോടെ മദ്യനയത്തിൽ ഇടപെടലിന് പണപ്പിരിവ് നടത്തിയെന്ന വാദത്തിനും ശക്തി കൂടുകയാണ്. നിയമസഭ ചേരുമ്പോഴാണ് ഈ തെളിവ് പുറത്തുവരുന്നത് എന്നതാണ് നിർണായകം. ബാർക്കോഴയിൽ പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിച്ചിരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയെ കുടുക്കുന്ന തെളിവ് പുറത്തായത്. ഏപ്രിൽ മാസത്തിലാണ് ഒരു വിഭാഗം ബാർ ഉടമകൾ പണപ്പിരിവിനെക്കുറിച്ച് പരാതിയുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമീപിച്ചത്. ഈ പരാതിയുടെ പകർപ്പ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എക്സൈസ് വിജിലൻസിന് പരാതി കൈമാറിയ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പിന്നീട് ഒന്നും ഈ വിഷയത്തിൽ ചെയ്തില്ല. അതേസമയം മുഖ്യമന്ത്രിയുടെ ഓഫീസ് പരാതി കൈമാറിയെങ്കിലും എക്സൈസ് വിജിലൻസ് അന്വേഷണം ഇനിയും പൂർത്തിയായിട്ടില്ല. അന്വേഷണം തുടങ്ങിയത് ശബ്ദരേഖ പുറത്തു വന്ന ശേഷം മാത്രമാണ്. മുൻപ് തെരഞ്ഞെടുപ്പ് സമയത്ത് പണം നൽകാത്തവരുടെ പേരിൽ എക്സൈസ് കേസ് എടുത്തിട്ടുണ്ടെന്നുൾപ്പെടെ ഗുരുതര ആരോപണങ്ങളാണ് ബാർ ഉടമകൾ ഏപ്രിൽ 12-ന് നൽകിയ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായി മുഖ്യമന്ത്രിയുടെ മുന്നിൽ എത്തിയിരുന്നു എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്നിട്ട് എന്തുകൊണ്ട് അന്ന് കൃത്യമായ ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല? ബാർക്കോഴയിൽ സർക്കാരിന് പിഴവ് സംഭവിച്ചിരുന്നില്ല എങ്കിൽ, ഈ വിഷയത്തിൽ പങ്കില്ലായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് അന്ന് തന്നെ കൃത്യമായ ഒരു അന്വേഷണത്തിന് മുഖ്യമന്ത്രി ഉത്തരവിട്ടില്ല? കാര്യമായ നടപടി സ്വീകരിക്കാൻ എന്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞില്ല എന്നതാണ് ചോദ്യമായി ഉയരുന്നത്. പണം നൽകണമെന്ന് മെയ് 23-ന് നൽകിയ ശബ്ദ സന്ദേശത്തിന്റെ വാർത്ത പുറത്തു വന്നപ്പോൾ സർക്കാരിന് നൽകാനായല്ല, സംഘടനയുടെ കെട്ടിടം പണിക്കും മറ്റുമാണ് പണപ്പിരിവെന്നായിരുന്നു സംഘടനയുടെ വിശദീകരണം. തങ്ങൾക്കായല്ല പണപ്പിരിവെന്ന നിലപാട് സ്വീകരിച്ച് സർക്കാർ അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ നേരത്തെ നൽകിയ പരാതിയുമായി ഒത്തുനോക്കുമ്പോൾ അട്ടിമറിക്കുള്ള സാധ്യത കൂടുതലാണ്. ഏപ്രിൽ 12-ന് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ നിന്ന് വൻ മുതൽ മുടക്കിൽ ഹോട്ടൽ ആൻഡ് ബാർ വ്യവസായം നടത്തുന്ന ഞങ്ങൾ വരുന്ന തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ഒരു വൻ സാമ്പത്തിക ബാധ്യതയിലേക്ക് കടക്കുകയാണ്. FKHA എന്ന മാതൃസംഘടന തെരഞ്ഞെടുപ്പനുബന്ധിച്ച് അങ്ങയുടെയും ടൂറിസം എക്സൈസ് മന്ത്രിമാരുടെയും പാർട്ടിയുടെയും നിർദ്ദേശപ്രകാരം ഒരു ബാർ ഹോട്ടലിൽ നിന്ന് 2,50,000 രൂപ വെച്ച് നൽകണമെന്ന് നിർദ്ദേശിക്കുകയുണ്ടായി. ലൈസൻസ് പുതുക്കലിന് ശേഷം സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന ഞങ്ങൾക്ക് ഇതൊരു വലിയ ഭാരമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രാദേശികമായി നൽകിയ സംഭാവനകൾക്ക് പുറമെ സംഘടനയുടെ നിർദ്ദേശപ്രകാരം 1,00,000 രൂപ പാർട്ടിക്ക് നൽകണമെന്ന് പറഞ്ഞ് നേതാക്കൾ വാങ്ങിച്ചു. അത് നൽകി അവർ സ്ഥാനങ്ങൾ നേടുകയാണ് ചെയ്തത്. ഇത്തവണയും അന്നത്തെ പോലെ അങ്ങയുടെ പേര് പറഞ്ഞാണ് പണം പിരിക്കുന്നത്. നൽകാൻ വിസമ്മതിച്ചാൽ എക്സൈസ് ഉദ്യോഗസ്ഥരെ വെച്ച് കേസ് എടുപ്പിക്കുമെന്ന് ഭീഷണി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് എക്സൈസ് ഉദ്യോഗസ്ഥരെ വെച്ച് ഭീഷണിപ്പെടുത്തി പണം വാങ്ങുകയും നൽകാത്തവരുടെ പേരിൽ കേസ് എടുക്കുകയും ചെയ്തു. ഈ വർഷം തന്നെ കെട്ടിട നിർമ്മാണം എന്ന് പറഞ്ഞ് വിരട്ടി 1,00,000 രൂപ പിരിച്ചെടുത്തിട്ടുണ്ട്. ഇവരുടെ ഭീഷണി ഭയന്നാണ് ഇങ്ങനെ ഒരു രീതിയിൽ അങ്ങയുടെ സമക്ഷത്തിൽ ഈ വിവരങ്ങൾ ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്.